ഹലോ ഗായ്സ്, ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ പരിപാടി എന്നോ? മീനെ പിടിക്കണം, പിന്നെ പച്ചക്കറി കൃഷി ചെയ്തേക്കുന്നുണ്ട്, അത് കാണണം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയെ. പറ്റുവാണെങ്കിൽ ഇന്ന് നമുക്ക് കള്ളെടുക്കുന്നത്, തെങ്ങിൽ നിന്ന് കള്ളെടുക്കുന്നതും കാണാവേ. ഇതൊക്കെ കാണാൻ നമ്മൾ എത്തിയിരിക്കുന്നത് രൂപേഷേട്ടൻ്റെ നാട്ടിലാണേ. ഒരുപാട് ദൂരെയൊന്നുമല്ല, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ചങ്ങനാശ്ശേരിയിലാണേ. ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ചങ്ങനാശ്ശേരിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ മറക്കും. ആലപ്പുഴ നിന്ന് അതേ ഫീലാണ്, ആലപ്പുഴ ചെല്ലുമ്പോഴുള്ള അതേ ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളതേ. ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടത്തിൽ വെള്ളം കയറ്റിയിട്ടേക്കുക. ആ സമയത്താണ് ഇഷ്ടംപോലെ ആമ്പൽപ്പൂ ഉണ്ടാകുന്നത്. ഞങ്ങൾ മലരിക്കൽ നമ്മുടെ കോട്ടയത്ത് പോയി കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് കാണാൻ പറ്റില്ല കേട്ടോ, അതിൻ്റെ സമയം കഴിഞ്ഞായിരുന്നു. അവിടെ അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി നോക്കി. അവിടെ ഇവിടെ ഓരോ പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ഭംഗിയാണ് കാണാനെന്ന് നോക്കിക്കേ. ഇതാ അച്ഛൻ്റെ പച്ചക്കറിത്തോട്ടം, പടവലങ്ങായും പയറും ഒക്കെയാണ്. ഇടുക്കിയിലെ അച്ഛൻ്റെ വീട്ടിൽ പോയി നിന്നപ്പം അവിടെ പയറിൻ്റെ വള്ളി ഇങ്ങനെ ഇടുന്ന അതിൻ്റെ ആ കൂമ്പില്ലേ, അത് തോരൻ വെച്ച് അവിടെ വെച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അച്ഛനോട് ചോദിക്കുമായിരുന്നു, അങ്ങനെ തോരൻ വെക്കുമല്ലേ? ആ കൂമ്പ് പള്ളി വീശാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അത് ഇങ്ങനെ ഞുള്ളി എടുത്തിട്ട് കൈക്ക് തന്നെ ഇങ്ങനെ ഞുള്ളി എടുക്കും. അത് എന്നിട്ട് തോരൻ വെച്ച് കഴിക്കാൻ എന്താ ടേസ്റ്റെന്ന്. അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടിയവർക്കറിയാം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിച്ച് ഇപ്പോഴും അത് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തേരം ടേസ്റ്റ് ആയിരിക്കും അതിനല്ലേ. അച്ഛൻ ഇടയ്ക്ക് കുറച്ച് തിരക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേനും ഇതാ പെട്ടെന്ന് തന്നെ അത്രയും പുല്ലൊക്കെ അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ വന്ന സമയത്ത് അതെല്ലാം പറിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. ഈ ഇരിക്കുന്ന സാധനം ഉണ്ടോ, എനിക്ക് മറക്കാനേ പറ്റത്തില്ല. അമ്മയുടെ ചേട്ടത്തിയുടെ നാട്ടിൽ, അതായത് മലബാറിൽ കണ്ണൂരിൽ പോയി നിൽക്കുമ്പോൾ ഇതിട്ട് ഇത്രയും വലുപ്പമുള്ള ഇതിട്ടായിരുന്നു അവിടുത്തെ കിണറ്റിൽ നിന്ന്. എന്ത് താഴ്ചയുള്ള കിണറാണ്, അതിൽ നിന്ന് വെള്ളം വലിച്ചു കോരുന്നത്. ആ കോരിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പകുതി വരുമ്പോൾ അവർക്ക് തിരിച്ചിട്ടാണല്ലോ നമ്മൾ ആ കൂടെ പോകും. അത്ര വെയിറ്റാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ. ഇവിടുന്നാണ് പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. നോക്കിക്ക് എന്തൊരു കാറ്റുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും ചൂടറിയുന്നേ ഇല്ല. അതേസമയം ഇവിടെ നിന്ന് ഇറങ്ങി റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് സഹിക്കാൻ പറ്റത്തില്ലാത്ത ചൂടുമാണ്. പക്ഷേ ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട്. ഗായ്സ്, അപ്പം നമ്മൾ മീനെ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം അതിൻ്റെ സീസണൊന്നുമല്ല, മീനൊന്നും അങ്ങനെ ഇല്ലാത്തൊരു സമയം. പക്ഷെ നമ്മൾ വന്നതല്ലേ, അപ്പോൾ ഒന്ന് വല വീശിയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ വല വീശാനായിട്ട് വലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ദാ വലയൊക്കെ ആയിട്ട് പോന്നു. എന്ത് രസമല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട്. ഞാനിത് ചങ്ങനാശ്ശേരിയാന്നുള്ള ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. ഞാൻ ആലപ്പുഴ എവിടേക്കോ ഞാൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ വല വീശാൻ പോവാണേ. വെള്ളത്തിൽ മുക്കിയെടുത്ത് തൊട്ട് തൊഴുതിട്ട് എന്താന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിയല്ലേ, വെറുതെ നമുക്ക് വേണ്ടിയിട്ട് വീശുന്നതാണല്ലോ. അത് തൊട്ട് തൊഴുതവരുടെ ആ ജോലിയുടെ ആ ഒരു ഇതല്ലേ, തൊട്ട് തൊഴുതാ വല വീശുവാണേ. നമുക്ക് കാണാവേ. ഇവിടെ നിന്നും കുഞ്ഞു മീനെ കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് അപ്പറയിലൂടെ പോയി നോക്കാം, ഏതായാലും ഇറങ്ങിയതല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ ഗൈസ്, ഇവിടുത്തെ മാങ്ങ ഒരു രക്ഷയില്ല. ഇവിടെ നോക്കിയാലും മാങ്ങായ കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടെ ഇല്ലാത്ത എന്താണെന്നറിയോ, ചക്കയ്ക്ക് ഇവിടെ ക്ഷാമമാണെന്ന് പറഞ്ഞു. പക്ഷെ എവിടെ നോക്കിയാലും മാങ്ങ ഇഷ്ടം പോലെ.
എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ചൂടറിയുന്നില്ല. ഇത് നോക്കിയാൽ മാങ്ങ കിടക്കുന്നത്. കോക്കോല 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 അറിഞ്ഞില്ല. ഇത് രസമുണ്ട് മീനെ കാണാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ മീൻ പറക്കൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനിനെ തിരിച്ചു മറിച്ച് അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഹാ, എന്താ ഒരു കാറ്റ്. മീൻ പറക്കാൻ പോയിട്ട് തോറ്റു പോയിട്ട് അപ്പുറം വെള്ളത്തിൽ ചാടാനൊന്നും പോകല്ല കേട്ടോ. എൻ്റെ കൈ ഒന്ന് കഴുകാനായിട്ട് പോവുകയാണേ. എല്ലാത്തിൻ്റെ കയ്യിലുണ്ട് ചെനച്ച ഓരോ മാങ്ങ. വലിയ പുളിയൊന്നുമില്ല, ചെറിയൊരു പുളിയുള്ളൂ. നല്ല രസമുണ്ട് തിന്നാൻ. പല്ലുണ്ടോ അമ്മ? അയ്യോ, ഉടക്കി. അപ്പൂസ് പാവം മീനല്ലേ, വെള്ളം കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പോയി വെള്ളം മുക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. തെങ്ങുകൾ എടുക്കുന്നത് നോക്കാനായിട്ട് പോവും. അടുത്തത് കാഴ്ചയൊക്കെ കണ്ട്
ദേ നോക്കിക്കേ, വള്ളത്തിൽ നിന്ന് വെള്ളം തേവുന്നത്. അത് കൊള്ളാലോ, വള്ളത്തിൽ നിന്ന് വെള്ളം തേവുന്നു. എന്താന്ന് പറഞ്ഞാൽ സമയം പോകുന്ന വഴി അറിയത്തില്ല. എന്താ രസം, ഈ ചെറിയ കാറ്റും ഈ കാഴ്ചകളും എല്ലാം കൊണ്ട് പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഓ നോക്കിക്കേ, അടിപൊളി. മഴക്കാറ് കയറി വരുന്നുണ്ട് നല്ലതായിട്ട്. ഇവരെല്ലാം കൂടെ എന്നെ പറ്റിക്കുക. അസോളയാ നിൻ്റെ അകത്ത് കിടക്കുന്നത്, പശുവിന് കൊടുക്കുന്നതേ. ഒന്നേ വള്ളത്തിൽ വരണം, അല്ലെങ്കിൽ ഇതാ ഇതുപോലുള്ള വഴികളാണ്. നല്ല രസമുണ്ട് പോകാനൊക്കെ. ഇവിടെ ഉള്ളവർക്കൊക്കെ സ്വന്തമായിട്ട് വള്ളമൊക്കെ ഉണ്ട്. ദാ നമ്മുടെ തെങ്ങിൻ്റെ ഓലയിൽ തൂങ്ങിയാടുന്നത് കണ്ടോ? കലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെത്തി വെച്ചിട്ടുണ്ട്. കള്ള എടുക്കാൻ വരുന്നത് കാണാനായിട്ടാണ് നമ്മളിങ്ങനെ നോക്കി നിന്നത്. പക്ഷെ മഴയുടെ കൊണ്ടാണോ മഴക്കാറും കൊള്ളിയാനും ഒക്കെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കുറേ നേരം നോക്കി നിന്നിട്ടൊന്നും വന്നില്ലായിരുന്നേ. അതൊക്കെ ചോട്ടി കയറാനുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ. ഇവിടുത്തെ ആ ഒരു ഭംഗി എത്രത്തോളം ഇതിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഭയങ്കര രസമാട്ടോ ഇവിടെ കാണാനായിട്ട്. ഇത്രയും നല്ല സ്ഥലങ്ങൾ നമ്മുടെ ഇത്രയും അടുത്ത് കിടപ്പുണ്ടെന്ന് ഞാനിപ്പോഴാണ് കാണുന്നത്. മീനെ പിടിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് ഒരു പാവം ആമക്കുഞ്ഞനുണ്ടായിരുന്നുണ്ട്. ദൈവമേ, പാവത്തിനെ അവിടെ നിന്ന് എടുത്ത് കരയ്ക്ക് കയറ്റി വിട്ടേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ കഴിക്കാനായിട്ട് കുറച്ച് മാങ്ങാപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നേ. അത് വണ്ടിയെ തന്നെ ഇരുന്ന് കഴിക്കുക. എൻ്റെ ആക്രാന്തമാണ് ഈ കാണുന്നത്. നല്ല പുളിയുണ്ട് ഇടയ്ക്ക്. പെരും മഴയായി, ഇരുണ്ട് പുകഞ്ഞ് കയറി വരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന മീൻ ഇതാണേ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ.